Welcome to next video session in the topic leveling. ഇതിൽ പറയാൻ പോകുന്നത് ഒരു ലെവലിംഗ് വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ ലെവൽ ഇൻസ്ട്രുമെൻ്റ് വിത്ത് സ്റ്റാൻഡ് ഒരു സ്റ്റേഷൻ പോയിന്റിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേഷൻ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടക്കത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ ലെവൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു താഴത്തെ ഫിഗറിൽ ഈ ഒരു ഗ്രൗണ്ട് സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലാണ് സെറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് റീഡിങ്സ് എടുത്തതിന് ശേഷം ഇൻസ്ട്രുമെൻ്റ് രണ്ടാമത്തെ ഒരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻസ്ട്രുമെൻ്റ് മൂന്നാമതൊരു പൊസിഷനിലേക്കും നാലാമതൊരു പോയിന്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കാണിച്ചിരിക്കുന്ന സർവേ വർക്കിൽ 4 സ്റ്റേഷൻ പോയിന്റുകളുണ്ട്. ഓരോ സ്റ്റേഷൻ പോയിന്റുകളിലും ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് റീഡിങ്സ്, ഈ ടോട്ടൽ റീഡിങ്സ് എല്ലാനും എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേഷൻ പോയിന്റുകളിലും ഇൻസ്ട്രുമെൻ്റ് വെച്ചതിന് ശേഷം, ഇതുപോലെ വെച്ചതിന് ശേഷം ഇനിഷ്യലി വർക്ക് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുന്നേ തന്നെ ഇനിഷ്യലി ചെയ്യേണ്ട വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നാണ് അതിനെ പറയുക. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആക്ച്വലി all these temporary adjustments are to be performed at every setup of the instrument. അതായത് ഈ വർക്കിലാണെങ്കിൽ 4 സ്ഥലങ്ങളിലും 4 സ്റ്റേഷൻ പോയിന്റുകളിലും ഈ സെയിം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ 4 സ്റ്റേഷൻ പോയിന്റുകളിലും പെർഫോം ചെയ്യണം. അതാണ് എവരി സെറ്റപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എവിടെയൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ബേസിക്കലി 4 എണ്ണാണുള്ളത്. വേരിയസ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ ലെവൽ ക്ലാസിഫൈഡ് written under 4 headings. First one, setting up of level, then leveling of telescope, then focusing of the eyepiece, and finally focusing of object glass. ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തതിന് ശേഷം മാത്രമേ റീഡിങ്സ് വേരിയസ് പോയിന്റുകളിലേക്കുള്ള റീഡിങ്സ് എടുത്തു തുടങ്ങാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റ് പോയിന്റ് ഈ റെഡ്യൂസ്ഡ് ലെവലിലേക്കാണ് അതെടുക്കുക. അതിനുശേഷം എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള റീഡിംഗ് എടുക്കുക, ബി, അങ്ങനെ. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് ഓഫ് ലെവൽ. സെറ്റിംഗ് അപ്പ് ഓഫ് ലെവലിൽ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഫിക്സിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ട്രൈപോഡ്. അതായത് ഈ സ്റ്റാൻഡിൽ നമ്മുടെ ലെവൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഹോൾഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ദ ട്രൈപോഡ് ബൈ ടേണിംഗ് റൗണ്ട് ഓൺലി ദ ലോവർ പാർട്ട് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ക്ലാമ്പ് സ്ക്രൂ എന്ന് പറയുന്ന സ്ക്രൂ ഉണ്ടാവും അതിൻ്റെ അടിഭാഗത്ത്. ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ടത്. ആ സ്ക്രൂ ടൈറ്റ് ചെയ്യണം യൂസിങ് അവർ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യണം. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഈ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് അപ്രോക്സിമേറ്റ്ലി ബൈ ട്രൈപോഡ് ലെഗ്സ്. ഇവിടെ ലെവലിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ലെവലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരിക്കണം. ഈ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ്ലി ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനകത്ത് നിന്നുള്ള റീഡിങ്സ് എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുള്ളൂ. അതായത് ബബിൾ ട്യൂബ്, ഫൈനലി നമ്മൾ ബബിൾ ട്യൂബ് നോക്കുമ്പോൾ അത് സെൻട്രലായിരിക്കണം. അപ്പോൾ ആ ബബിൾ ട്യൂബ് കറക്റ്റ് എക്സാക്ട്ലി സെൻറ്റർ ആക്കുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഇവിടെ ലെവലിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലെവലിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് അപ്രോക്സിമേറ്റ്ലി ബൈ ട്രൈപോഡ്. ലെവലിംഗ് ഓപ്പറേഷനിൽ ആദ്യം ചെയ്യാവുന്നത് ഈ ട്രൈപോഡിൻ്റെ ലെഗ്സ്
ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ലെവലാക്കി തന്നെ വെച്ച് ഫിക്സ് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പത്തിൽ ഫൈൻ ട്യൂണിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ ഇൻസ്ട്രുമെൻ്റ് വെക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് ഇതിൻ്റെ രണ്ട് ലെഗുകൾ ഫേമായിട്ട് നല്ല സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ ഹൈറ്റിന്, ഉപയോഗിക്കുന്ന ആളുടെ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട്, അത് നോക്കാൻ എളുപ്പത്തിനുള്ളൊരു ഹൈറ്റ് അനുസരിച്ചിട്ട് രണ്ട് ലെഗുകൾ ഫേമായിട്ട് ഉറപ്പിച്ച് വെക്കുക, നല്ല ആവശ്യത്തിന് സ്പ്രെഡ് വെച്ചിട്ട്. അതിനുശേഷം തേർഡ് ലെഗ് ഉറപ്പിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഫുഡ് സ്ക്രൂസ് സെൻറ്റർ ഓഫ് റൺ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഫുഡ് സ്ക്രൂസ് 3 ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് സ്ക്രൂസ് ഇതിൻ്റെ ഹൈറ്റിൻ്റെ, അതിൻ്റെ നെറ്റിൻ്റെ ഹൈറ്റിൻ്റെ സെൻറ്ററിൽ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആണ് ഇരിക്കുന്നതെങ്കിൽ അത് ടേൺ ചെയ്ത്, ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ ഏറ്റവും താഴെയാണോ ഇരിക്കുന്നതെങ്കിൽ അത് ടേൺ ചെയ്തിട്ട് സെൻറ്ററിലേക്ക് എല്ലാ മൂന്ന് ഫുഡ് സ്ക്രൂസും സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇത് നമുക്ക് ഇനി ഫർദർ ഫൈൻ ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ടി വരാതിരിക്കാനാണ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. അതിനുശേഷം ഈ തേർഡ് ലെഗ് നമ്മൾ ഫിക്സ് ചെയ്യണേക്കാൾ മുന്നേ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈ പ്ലേറ്റിലേക്ക് നോക്കാം, ഇവിടുത്തെ ട്രൈ ബ്രാച്ച് പ്ലേറ്റിലേക്ക് നോക്കുക. അത് ഓൾമോസ്റ്റ് ഒരു ലെവലായിട്ട്, ഒരു ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട്, കണ്ണുകൊണ്ട് തന്നെ നോക്കാം. അത് ഏകദേശം ഹൊറിസോണ്ടൽ ആവുന്ന രീതിയിൽ വേണം തേർഡ് ലെഗ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണേക്ക് മുന്നേ നിങ്ങൾക്ക് ഈ ബബിൾ ട്യൂബും യൂസ് ചെയ്യാം. അതിലാദ്യം ചെയ്യേണ്ടത്, 2 ബബിൾ ട്യൂബ് ഉണ്ട്. ഇതിൽ ഈ ലെഗ് ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ ആവശ്യത്തിന് മൂവ് ചെയ്യാം. നിങ്ങളപ്പോൾ നോക്കേണ്ടത് അതിന് പാരലായിട്ട് വരുന്ന ബബിൾ ട്യൂബ് സെൻറ്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഈ ലെഗ് ഇന്നർ സൈഡിലേക്കോ അല്ലെങ്കിൽ ഔട്ടർ സൈഡിലേക്കോ മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ബബിൾ ട്യൂബിൻ്റെ ബബിൾ സെൻറ്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് 2 ഭാഗത്തേക്കുള്ളത് നോക്കി 2 ബബിളും സെൻറ്ററിൽ ഏകദേശം വരുന്ന രീതിയിൽ വേണം ഈ തേർഡ് ലെഗിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിവേ ഈ 3 ലെഗും ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ 2 ബബിളുകളും ലോഞ്ചിറ്റ്യൂഡിനൽ ബബിൾ ട്യൂബിലെയും അതുപോലെ ക്രോസ് ബബിൾ ട്യൂബിലെയും ബബിളുകൾ സെൻറ്ററിൽ, ഓൾമോസ്റ്റ് സെൻറ്ററിൽ, എക്സാക്ട്ലി സെൻറ്റർ വേണമെന്നില്ല, ഓൾമോസ്റ്റ് സെൻറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ഒരു ഫസ്റ്റ് ലെവലിംഗ് പ്രൊസീജിയർ ഓക്കെ ആയെന്നാണ്, ഇത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ലെവലിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് സർവേ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ഓഫ് ടെലസ്കോപ്പാണ്. ഓൾറെഡി ലെവലിങ്ങിൻ്റെ കുറച്ച് ഒരു അപ്രോക്സിമേറ്റ് ലെവലിംഗ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് വളരെ ഫൈൻ ട്യൂണായിട്ടുള്ള, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവലിംഗ് പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഈ ലെവലിംഗ് സ്ക്രൂസും 1, 2, 3 3 ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. ഈ 3 ലെവലിംഗ് സ്ക്രൂസും പിന്നെ അതുപോലെ ഈ ബബിൾ ട്യൂബ്, ഈ ടെലസ്കോപ്പിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബബിൾ ട്യൂബ്, അത് ഈ 2 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ബബിൾ ട്യൂബിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ബബിള് അത് എക്സാക്ട്ലി സെൻറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇവിടെ ഉള്ള ഈ ലോക്കിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെലസ്കോപ്പിനെ വേർട്ടിക്കൽ ആക്സിസിന് എബൌട്ടായിട്ട് ടേൺ ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് പ്ലേസ് ദ ടെലസ്കോപ്പ് പാരലൽ ടു എനി 2 ഫുഡ് സ്ക്രൂസ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുഡ് സ്ക്രൂ 2നും 3നും പാരലായി വരുന്ന രീതിയിൽ ടെലസ്കോപ്പ് തിരിച്ചു വയ്ക്കുക. അതിനുശേഷം ഈ ബബിള് എവിടെയാണെന്ന് നോക്കുക. ബബിൾ അപ്പോൾ ചിലപ്പോൾ ഈ എൻഡിലായിരിക്കാം, അല്ലെങ്കിൽ ഈ എൻഡിലായിരിക്കാം, അതല്ലെങ്കിൽ മിഡിലായിരിക്കാം. അപ്പോൾ
രണ്ട് എൻഡിലാണെങ്കിൽ, മിഡിലല്ല എന്നുണ്ടെങ്കിൽ ടേൺ ദ 2 സ്ക്രൂസ് സൈമിൾട്ടേനിയസ്ലി. അത് ടേൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ രണ്ടും ഇൻവേർഡായിട്ട് ടേൺ ചെയ്യാം, അതല്ലെങ്കിൽ രണ്ടും ഔട്ട്വേർഡായിട്ട് ടേൺ ചെയ്യാം. അങ്ങനെ ടേൺ ചെയ്ത് നോക്കുമ്പോൾ പതുക്കെ ഈ ബബിള് നീങ്ങുന്നതായിട്ട് കാണാം. ബബിള് സെൻറ്റർ വരുന്നത് വരെ ടേൺ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഫുഡ് സ്ക്രൂസ് ടേൺ ചെയ്യണതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ ഇതും ഈ ഫുഡ് സ്ക്രൂ ഔട്ടിലേക്ക് തന്നെ ടേൺ ചെയ്യുക. നമ്മുടെ ബബിൾ ട്യൂബ്, ടെലിസ്കോപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബബിൾ ട്യൂബാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിലാണ് നിൽക്കണേ, ഏതെങ്കിലും സൈഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് പതുക്കെ വന്നു തുടങ്ങും. ബബിള് സെൻറ്റർ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ടത് യു ടേൺ ദ ടെലസ്കോപ്പ് ത്രൂ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ് ഈ രീതിയിലായി മാറി. ഇപ്പോൾ നേരത്തെ അത് പാരലൽ ടു 2 സ്ക്രൂസിനായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയായി ടെലസ്കോപ്പ്. അതിനുശേഷം ഈ ഒരു ഫുഡ് സ്ക്രൂ മാത്രം ടേൺ ചെയ്യുക, ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ. എന്നിട്ട് ഈ ബബിള് സെൻറ്റർ ആക്കുക. ബബിള് സെൻറ്റർ ആയതിനു ശേഷം വീണ്ടും നമ്മുടെ ടെലസ്കോപ്പ് വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാം തിരിച്ച്. അതിനുശേഷം ഇവിടെ ബബിള് സെൻറ്റർ തന്നെയാണോ, സെൻറ്റർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. മാറിയിട്ട് ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഔട്ട്വേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ് വളരെ ചെറിയ രീതിയിൽ ടേൺ ചെയ്ത് വീണ്ടും സെൻറ്റർ ആക്കുക. അതിനുശേഷം ഒന്നുകൂടെ പെർപെൻഡിക്കുലറായിട്ട് കൊണ്ടുവരിക. ഈ പൊസിഷന് പെർപെൻഡിക്കുലറായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുഡ് സ്ക്രൂവിന് എൻ്റെ ഡയറക്ഷനിൽ കൊണ്ടുവരിക. വീണ്ടും അത് സെൻറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അണ്ടിൽ യു ഗെറ്റ് 2 ഡയറക്ഷനിൽ നോക്കിയാലും കറക്റ്റ് എക്സാക്ട്ലി സെൻറ്ററായിട്ട് എയർ ബബിള് വരുന്നത് വരെ. സോ അതാണ് ഈ ലെവലിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ്, ലെവലിംഗ് ഓഫ് ടെലസ്കോപ്പ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ബബിൾ ട്യൂബിനകത്ത ബബിള് ഇൻസ്ട്രുമെൻ്റ് ഏത് ഡയറക്ഷനിലേക്ക് തിരിച്ചാലും സെൻറ്ററിൽ തന്നെ വന്ന് നിൽക്കും. അതായത് നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് പെർഫെക്റ്റ്ലി ലെവൽ ആയി എന്നാണ് മീനിങ്. അറ്റ് ദാറ്റ് കണ്ടീഷൻ the line of sight or otherwise called line of collimation will be exactly perpendicular to the vertical axis. ഈ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഇത് ഗ്രാവിറ്റി ഡയറക്ഷനിലേക്കുള്ള ലൈനാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പോയിന്റിൽ നിന്ന്, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിന്റിൽ നിന്ന് ഭൂമിയുടെ സെൻറ്റർ വരെയുള്ള ആ ഒരു ലൈൻ, ആ ലൈനിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇത്. വൺസ് ലെവലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ്, ഈ ടെലസ്കോപ്പ് ഒരു 180 ഡിഗ്രി തിരിച്ചാലും ബബിള് സെൻറ്ററിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് റൂള്. പക്ഷെ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ 180 ഡിഗ്രി തിരിക്കാന്ന് വെച്ചാൽ ഐ പീസ് ഈ സൈഡിലും ഒബ്ജക്റ്റ് ഗ്ലാസ് മറ്റേ സൈഡിലായിട്ട് വരിക. അങ്ങനെ ബബിള് സെൻറ്ററായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് അല്ല. പിന്നെ വീണ്ടും നമ്മളത് ആ ടെമ്പററി ലെവലിംഗ് കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പ്രോബ്ലമാണ്. ദർ ഇസ് എ ഇൻറ്റേർണൽ എറർ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ദ ഐ പീസ്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് നോക്കുകയാണെങ്കിൽ ഐ പീസ് ഈ എൻഡിൽ കൂടെയാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഐ പീസ് ഇതിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ കവറ് മാറ്റിയതിന് ശേഷം, ലിഡ് മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു വൈറ്റ് പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ ഇതിൻ്റെ ഫ്രണ്ടിൽ പിടിക്കുക. അതിനുശേഷം ഈ ഐ പി സി കൂടെ നമ്മൾ വ്യൂ ചെയ്യാം. വ്യൂ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ട്, ഇതിന് പുറത്ത് ടേൺ ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഡയഫ്രം, ആ ഡയഫ്രത്തിലുള്ള ക്രോസ് ഹെയർ കാണണം. അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഐ പീസ് അകത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ മൂവ് ചെയ്യുക. അപ്പോൾ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണോ ക്രോസ് ഹെയർ ഏറ്റവും ക്ലിയറും നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും വിസിബിൾ ആവുന്നത്, ആ പൊസിഷനിൽ വെച്ച് ടൈറ്റ് ചെയ്യുക ഐ പീസ്.
അപ്പോൾ അതാണ് ഐ പീസിൻ്റെ ഫോക്കസിങ് എന്ന് പറഞ്ഞാൽ. ദ ക്രോസ് ഹെയർ ഷുഡ് ബി വിസിബിൾ ക്ലിയർലി. അപ്പോൾ ഈ ഫോക്കസിങ് ഓഫ് ഐ പീസ് ഓരോ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിൽ ചെന്നിട്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ പൊസിഷനായിരിക്കും വരുന്നത്. ഇനി വേറൊരു ആൾ ഇൻസ്ട്രുമെൻ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ ഈ ഐ പീസിൻ്റെ ഫോക്കസിങ് വീണ്ടും മാറ്റേണ്ടത് ആവശ്യമുള്ളൂ. ഒരാൾ തന്നെയാണ് ത്രൂ ഔട്ട് സർവേയിൽ ഉള്ളതെങ്കിൽ ഐ പീസ് ഒരൊറ്റ തവണ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. ഈ ഒബ്ജക്റ്റ് ഗ്ലാസ് ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അത് ഓരോ ഒബ്ജക്റ്റിലേക്കും നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റീഡിങ് എടുക്കുന്നുണ്ട്. അവിടേക്ക് വ്യൂ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഫോക്കസിങ് ചെയ്യണം. അടുത്ത റീഡിങ് എടുക്കുന്ന സമയത്ത് വീണ്ടും അതിനെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് ഓഫ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഫോക്കസിങ് ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ചെയ്യാനായിട്ട് ഐ പി സി കൂടെ വ്യൂ ചെയ്യാം. നമ്മുടെ സ്റ്റാഫ് കൂടെ പ്ലേസ് ചെയ്തതിന് ശേഷം റീഡിങ് എടുക്കുന്ന രീതിയിൽ സ്റ്റാഫിലേക്ക് വ്യൂ ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ് ദ ഫോക്കസിങ് സ്ക്രൂ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ്. ഫോക്കസിങ് സ്ക്രൂ നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ സ്റ്റാഫ് റീഡിങ് അത് കൂടെ നോക്കിയിട്ട് കാണുന്ന സ്റ്റാഫ് റീഡിങ് വളരെ ക്ലിയർ ആയിട്ടുള്ളത് കിട്ടുന്നതുവരെ ഫോക്കസിങ് സ്ക്രൂ ടേൺ ചെയ്യാം. കിട്ടിയതിന് ശേഷം അത് നിർത്തുക. ഇതാണ് ഫോക്കസിങ് ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത റീഡിങ് എടുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഫോക്കസിങ് ചെയ്യേണ്ടി വരും. അടുത്ത റീഡിങ്ങിനും അതുപോലെ തന്നെ ഫോക്കസിങ് ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ചെയ്യേണ്ടി വരും. ഒബ്ജക്റ്റ് ഗ്ലാസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പാരലാക്സ് എറർ എന്ന് പറയുന്ന മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ റീഡിങ് എടുക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. I will discuss parallax error in next video session. So the various temporary adjustments of a level that we discussed are setting up of level, first one, second leveling of the telescope, then focusing of the eyepiece and finally focusing of object glass. ഞാൻ നേരത്തെ പറഞ്ഞു ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇൻസ്ട്രുമെൻ്റ് ഓരോ സ്റ്റേഷൻ പോയിന്റിൽ വയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ലാസ്റ്റ് വൺ ഓരോ റീഡിങ് എടുക്കുന്ന സമയത്തും ചെയ്യേണ്ടത്